രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? എന്താ പഠിച്ചത്? ഞാനാണു ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. പിന്നെ ഒരു കാര്യം കൂടെ പഠിക്കാൻ പറഞ്ഞായിരുന്നു. ഈശോയെ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. അത് ചൊല്ലിയോ? ഒത്തിരി ചൊല്ലിയോ? ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ അറിയാതെ ഈശോയെ സ്നേഹിച്ച് തുടങ്ങും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സും പ്രാർത്ഥനയിലൂടെ തുടങ്ങാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഓക്കെ, കണ്ണടയ്ക്കാമോ? ചിലവരൊക്കെ കണ്ണ് തുറന്നിരിക്കും, എനിക്കറിയാം. അങ്ങനെ ഇരുന്നാൽ സിസ്റ്റർ കാണുന്നില്ല, പക്ഷേ ഈശോ കാണും കേട്ടോ. അതുകൊണ്ട് ആരൊക്കെ കണ്ണടച്ച് നിൽക്കുന്നോ അവരെ ഈശോ അനുഗ്രഹിക്കുള്ളൂ. അനുഗ്രഹം വേണോ? അങ്ങനെ കണ്ണടയ്ക്ക്. ഓക്കെ. ഈശോയെ നിന്നെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശുദ്ധ കുർബാനയെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ, വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കുവാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇരിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു വീഡിയോയിലൂടെ നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും നമുക്കൊന്ന് കേൾക്കാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാ? വിശുദ്ധ കുർബാനയിൽ. എപ്പോഴാ പാടുന്നേ? നമ്മൾ മുട്ടൊക്കെ കുത്തി എന്നിട്ട് കൈ കൂപ്പി പാടുന്നൊരു പാട്ടാണ്. ഉറക്ക പാടാറുണ്ടോ? അതോ അവിടെ നോക്കി ഇവിടെ നോക്കി നിൽക്കുമോ? അറിയാം, സിസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പാട്ടൊക്കെ പാടുമ്പോൾ എന്താ എല്ലാം അതിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. എന്താ പാടിയത്? രക്ഷകൻ ഈശോദൻ നമുക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അപ്പമാണ്. ആ അപ്പം നമ്മുടെ കൂടെയുണ്ട്. അത് ജീവൻ നൽകുന്ന അപ്പം. ഇതൊക്കെ അതിൻ്റെ അർത്ഥം, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലേ. ഈ പാട്ടൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കേൾക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നാ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പെസഹ ദിനത്തിലാണ്. എന്താ മക്കളെ പെസഹ എന്ന് പറഞ്ഞാൽ? പെസഹ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട വീഡിയോ ഓർക്കുന്നുണ്ടോ? അവിടെ ഫറവോ രാജാവിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഈ ഫറവോ രാജാവ് എന്താ ചെയ്തേ? നമ്മുടെ ഇസ്രായേൽ ജനത്തെ വല്ലാതെ പീഡിപ്പിച്ചു അല്ലേ. അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അവരെ അടിമകളാക്കി, അവർക്ക് വേണ്ട ഒന്നും കൊടുക്കാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അങ്ങനെ അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ആരെ വിട്ടു? മോശയെ വിട്ടു. മോശ വന്നിട്ട് ഫറവോ രാജാവിനോട് കുറേ പറഞ്ഞു നോക്കി, നടക്കുന്നില്ല. നമ്മൾ കണ്ടു 10 മഹാമാരികൾ അയച്ചു, എന്നിട്ടും ശരിയായോ? ഇല്ല. 10ാമത്തെ മഹാമാരി എന്തായിരുന്നു? കടിഞ്ഞൂൽ പുത്രന്മാരെ കൊല്ലുക. അതിനുവേണ്ടി ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, എൻ്റെ മാലാഖ ഈജിപ്തിലൂടെ കടന്നു പോകും. എൻ്റെ മാലാഖ ഈജിപ്തിലൂടെ കടന്നു പോകും. അങ്ങനെ മാലാഖ വന്നിട്ടാണ് ഇവരെല്ലാം കൊന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഈ മാലാഖ കടന്നു പോയതിൻ്റെ അനുസ്മരണമാണ്, ഓർമ്മയാണ് പെസഹ. മാലാഖ കടന്നു പോയതിൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് പെസഹ എന്ന വാക്കിന് അർത്ഥം എന്താ? കടന്നു പോകൽ. ആരാ കടന്നുപോയേ? മാലാഖ. അപ്പം എന്താ അർത്ഥം? കടന്നു പോകൽ. ഈ പെസഹ ദിനത്തിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. പെസഹ ദിനത്തിൽ നമുക്കറിയാം എന്താ ഈശോ ചെയ്തത്? ശിഷ്യന്മാരെ കൂട്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു, അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇതെൻ്റെ ശരീരമാണ്. പാനീയം എടുത്തിട്ട് എന്ത് പറഞ്ഞു? ഇതെൻ്റെ രക്തമാണ്. നിങ്ങൾക്കറിയാം ആ വചനങ്ങൾ അല്ലേ, സ്ഥാപന വചനങ്ങൾ. ഇത് നിങ്ങൾ കുർബാനയിലൊക്കെ കേൾക്കുന്നതാണ്. ഒക്കെ ഈ സമയത്തൊക്കെ നിങ്ങൾ ഓർക്കണം, ആ സംഭവത്തേക്കൊന്ന് അനുസ്മരിക്കണം. അങ്ങനെയാണ് ഈശോ അവിടെ വെച്ചാണ് എന്ത് സ്ഥാപിക്കുക?
നമ്മുടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. അപ്പോൾ പഴയ നിയമത്തിലെ പെസഹ എന്തിൽ നിന്നുള്ള മോചനമായിരുന്നു? അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. പുതിയ നിയമത്തിലെ പെസഹായോ പാപത്തിൽ നിന്നുള്ള മോചനം. വിശുദ്ധ കുർബാന എന്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് കിട്ടുന്നത്? പാപത്തിൽ നിന്ന് നമ്മെ സമ്പൂർണ്ണമായിട്ട് മോചിപ്പിക്കാനായിട്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോഴേ അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന്, നിത്യരക്ഷ. എന്താണ്? നിത്യരക്ഷ. 2, ഐക്യത്തിൻ്റെ കൂദാശ, നമ്മളെ കൂടുതൽ ഐക്യത്തിലേക്ക് കൊണ്ടുവരും. 3, ഈശോയുമായി നമ്മെ ഒന്നാക്കും. പഠിച്ചോ? ഏതൊക്കെയാണ് പറഞ്ഞേ? നമുക്ക് നിത്യരക്ഷ കിട്ടും. 2, ഐക്യത്തിൻ്റെ കൂദാശയാണ്. 3, നമ്മളെ ഈശോയുമായിട്ട് ഒന്നാക്കും. ഒന്നാമത് എന്താ പറഞ്ഞേ? നിത്യരക്ഷ നൽകുന്നത്. എന്താ രക്ഷ? നമ്മൾ ഫോൺ വിളികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീട്ടിലെയൊക്കെ ആലീസ് ചേച്ചി, ആരാ? ആലീസ് ചേച്ചി മേരി ചേച്ചിയെ വിളിച്ചിട്ട് ചോദിക്കുക, മേരിക്കുട്ടി, നമ്മുടെ ലീലാമ്മയൊക്കെ ഇപ്പോൾ എവിടെയാണ് കേൾക്കുന്നത്? അപ്പോഴത്തേക്ക് ആലീസ് ചേച്ചി പറഞ്ഞ ഉത്തരാണ്, എൻ്റെ മേരി ചേച്ചി അറിയത്തില്ലേ, അവരൊക്കെ അങ്ങ് അമേരിക്കയ്ക്ക് പോയെന്നേ, രക്ഷ വെട്ടെന്നേ. കേട്ടിട്ടില്ലേ? നമ്മൾ വീട്ടിൽ കേൾക്കുന്ന രക്ഷ ഉണ്ടല്ലേ. അമേരിക്കയിൽ പോയ രക്ഷപ്പെടും, യൂറോപ്പിൽ പോയ രക്ഷപ്പെടും, പിന്നെ എവിടെയൊക്കെയാണ്? പൈലറ്റായ രക്ഷപ്പെടും, എൻജിനീയറായ രക്ഷപ്പെടും, നേഴ്സായ പറയുകയും വേണ്ട അല്ലേ. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന രക്ഷകൾ. ഇതാണോ നിത്യരക്ഷ? അല്ല കേട്ടോ. നിത്യരക്ഷ കിട്ടാൻ നമ്മൾ യൂറോപ്പിൽ പോകണോ? വേണ്ട. അമേരിക്കയിൽ പോകണോ? വേണ്ട. എൻജിനീയർ ആവണോ? വേണ്ട. ആയാലും കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അല്ലേ. രാവിലെ നിങ്ങളെയൊക്കെ പപ്പ വന്നിട്ട് വിളിക്കും, എണീക്കടാ മക്കളെ, പള്ളിയിൽ പോയൊക്കെ. എന്തൊരു ദേഷ്യം അല്ലേ, നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഓർക്കണം, നിത്യരക്ഷ വേണമെങ്കിൽ, സ്വർഗത്തിൽ എനിക്ക് ഈശോയുടെ കൂടെ പോകണമെങ്കിൽ ഞാൻ എന്ത് സ്വീകരിക്കണം? വിശുദ്ധ കുർബാനയിൽ പോയേ പറ്റൂ. രാവിലെ പുതപ്പിൽ നിന്നൊക്കെ എന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എണീക്കുക തന്നെ ചെയ്യണം കേട്ടോ. 2ാമത് എന്താ പറഞ്ഞേ? ഇത് ഐക്യത്തിൻ്റെ കൂദാശയം. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഐക്യം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ നെവിൻ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. ഈ നെവിന് നമുക്കറിയാം, സ്കൂളിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് സിസ്റ്റർക്ക് മിഠായിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഇൻ്റർവെല്ലിൽ നോക്കിയിരിക്കും. എന്താ? ഇൻ്റർവെല്ലിന് മാത്രമേ നമുക്ക് മിഠായി എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെയല്ലേ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പം അങ്ങനെ നോക്കിയിരുന്നപ്പം ഞാനൊരു ദിവസം നോക്കുമ്പോൾ നെവിൻ മാത്രം ഒരിക്കലും എത്ര മിഠായി കിട്ടിയാലും അത് കഴിക്കത്തില്ല. അവൻ എന്താ ചെയ്യുന്നത് അറിയാവോ? ഉടനെ അത് പോക്കറ്റിലിടും. ഇൻ്റർവെല്ലിന് എല്ലാവരും മിഠായി കഴിക്കുമ്പം അവൻ മാറിപ്പോവും. ഒരു ദിവസം സിസ്റ്റർ അവനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നെവിനെ നീ മാത്രം മിഠായി കഴിക്കാത്തേ? എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, സിസ്റ്ററേ, ഞാനുണ്ടല്ലോ എൻ്റെ അനിയന് വേണ്ടി സൂക്ഷിച്ചു വെക്കുക. അനിയൻ വീട്ടിലുണ്ട്, എന്നാ നല്ല ചേട്ടനല്ലേ. നിങ്ങളൊക്കെ എങ്ങനെയാണോ? അങ്ങനെ ആവണേ കേട്ടോ. അതാണ് ഐക്യം അല്ലേ, സഹോദരങ്ങളോടുള്ള നമ്മുടെ ഐക്യം. എന്ത് സാധനം കിട്ടിയാലും എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ അനിയന്മാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സിൻ്റെ ആഴം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കുട്ടികൾക്ക് 2 കുട്ടികളാണ് ഉള്ളതെങ്കിൽ 2 കുട്ടികൾക്കും ഒരേ നിറം ഒരേ വലുപ്പമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. ഒരിക്കലും നമ്മളെ ഐക്യത്തിൻ്റെ പാഠം അവരെ പഠിപ്പിക്കുന്നില്ല. 1 കൊടുത്തിട്ട് മുറിച്ച് വിളമ്പാൻ പറയണം, അത് പഠിപ്പിക്കണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ഉണ്ട് അല്ലേ. നമ്മുടെയൊക്കെ കാർന്നോന്മാർ വലിയൊരു പൊതിയായിട്ടൊക്കെ വരും. ആ പൊതി കൊടുത്തിട്ട് ഇളയ കൊച്ചിനെ വിളിച്ചിട്ട് പറയും, എല്ലാവർക്കും വിഭജിച്ച് കൊടുക്കുക. അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നു, മറക്കരുത്. കുട്ടികൾക്കുള്ള പഠന കളരിയാണ് നമ്മുടെ ഭവനങ്ങൾ. പഠിപ്പിക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഐക്യത്തിൻ്റെ വലിയ മനോഭാവങ്ങളിലേക്ക് കുട്ടികളെ വളർത്തണം. സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ മക്കളെ ഞാൻ പറഞ്ഞത്? ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സന്മനസ്സ്. എനിക്കറിയാം ചില കുട്ടികൾക്കൊക്കെ ടീച്ചേഴ്സിനോടൊക്കെ ഒത്തിരി വിഷമമുണ്ട് അല്ലേ. അത് അങ്ങനെ സംഭവിച്ചാൽ ആർക്കാ തെറ്റ്? ആർക്കാ കുഴപ്പം? നിങ്ങൾക്ക് തന്നെയാണ്. ചില കുട്ടികൾ പറയും, എനിക്ക് കണക്ക് ടീച്ചറിനെ ഇഷ്ടമല്ല. എന്താ സംഭവിക്കുക? കണക്ക് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും പിന്നെ എനിക്കൊരു കണക്കിൻ്റെ മേഖലയിൽ ഉയരാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ചിലവരോട് ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല. എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിട്ട് ഈശോയോട് പറയണം, എൻ്റെ ഈശോയെ, എനിക്ക് ടീച്ചറിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞു മക്കളോട് നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ പറയണം, എൻ്റെ ഈശോയെ, എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഈശോ നമ്മളെ
സഹായിക്കും. മൂന്നാമതാണ് എന്ത് പറഞ്ഞത്? മൂന്നാമത് എന്താ പറഞ്ഞേ? ഈശോയുമായിട്ട് നമ്മളെ ഒന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയായി നമ്മൾ ഒന്നാക്കുന്നു പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ പഞ്ചസാര ഇട്ട് കാപ്പി കുടിക്കും അല്ലേ? ചിലപ്പോൾ സ്ക്വാഷ് വെള്ളമൊക്കെ ഉണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കും. ഈ പഞ്ചസാര നമ്മൾ എന്തോരം ഇടും? വളരെ കുറച്ച് അല്ലേ? സ്ക്വാഷ് വെള്ളത്തിലേക്ക് സ്ക്വാഷിൻ്റെ പൊടി എന്തോരം ഇടും? വളരെ കുറച്ച്. അങ്ങനെ കുറച്ചിടുമ്പോൾ എന്തായിട്ടത് മാറും? പാല് പഞ്ചസാര ഉള്ളതായിട്ട് മാറുന്നു. പച്ചവെള്ളം സ്ക്വാഷ് വെള്ളമായിട്ട് മാറുന്നു. ഇതുപോലെയാ നമ്മുടെ ഉള്ളിലേക്ക് ഈ ചെറിയ അപ്പം ഈശോ വന്നു കഴിയുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുന്നു? ക്രിസ്തുവായിട്ട് മാറുന്നു. നമ്മൾ ക്രിസ്തുവായിട്ട് മാറിക്കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം, ക്രിസ്ത്യാനിയുടെ ജീവിതം, ബലിയുടെ ജീവിതമായിട്ട്, വിശുദ്ധ കുർബാനയുടെ ജീവിതമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, നല്ലത് ചെയ്യണം, നന്നായിട്ട് വളരണം, ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല. കുഞ്ഞുമക്കളെ, നമ്മൾ തന്നെ വിചാരിച്ച ഒരു കാര്യവും നടക്കത്തില്ല. ആര് വേണം? ഈശോ കൂടെ വേണം. ഈശോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ നമ്മുടെ പുസ്തകത്തിൻ്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. എന്താ നമ്മുടെ യോഗ്യത? ആഗ്രഹമാണ്. എന്ത്? ഈശോയെ സ്നേഹിക്കാനുള്ള അതീവ ആഗ്രഹം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ഈശോ നിങ്ങളെ കൈവിടുവോ? ഇല്ല, ഒരിക്കലും കൈവിടത്തില്ല. ആഗ്രഹം മാത്രം മതി. വിശുദ്ധരും വലിയ വലിയ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. നിങ്ങളുടെ പാഠത്തിൽ അവസാനം ഒരു മനഃപ്പാഠമാക്കാനും കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. എന്താ? നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൊന്തയുടെ രഹസ്യം ഏതാ? പ്രകാശത്തിൻ്റെ 5ാമത്തെ രഹസ്യം. അതെല്ലാവരും എഴുതുക തന്നെ ചെയ്യണം. ഓക്കെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചേ? ഈശോ ജീവൻ്റെ അപ്പമാണെന്ന് പഠിച്ചു. എന്തിനാ ഈശോ ജീവൻ്റെ അപ്പം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടാണ്. ഈ ആത്മാവിൻ്റെ ഭക്ഷണം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്ത് ഈശോയുടെ വിശുദ്ധകളുമായി മാറാൻ സാധിക്കട്ടെ എന്ന് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.